ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള ഒനിയൻ പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെ വെച്ചുണ്ടാക്കാൻ പറ്റിയൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഒനിയൻ പക്കോടയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു മുട്ട, മല്ലിയില, പുതിനയില, കറിവേപ്പില ഇത് ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, അതൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള ഞാൻ ഒറ്റ പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ, അതും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില അത് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ പുതിനയില കേട്ടോ. അത് പുതിനയില ഉണ്ടായതുകൊണ്ട് ഇട്ട, പക്ഷെ പുതിനയില ഇട്ടാൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഒരു മുട്ട അതും കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് 2 സ്പൂൺ കടലമാവ്, 2 സ്പൂൺ കടലമാവും പിന്നെ 1 സ്പൂൺ അരിപ്പൊടി, അത് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും പ്രശ്നമില്ല കേട്ടോ. പിന്നെ 1 സ്പൂൺ കോൺഫ്ലവറിന് പകരം നമുക്ക് മൈദ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, പിന്നെ 1/2 സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം പൊടിച്ചത്, പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മുട്ടയും പൊടികളും ഉള്ളിയും ഇതെല്ലാം നല്ല രീതിയിൽ ആ സ്പൂൺ ഉപയോഗിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ദോശമാവ് മാവില്ലേ, അതിനേക്കാൾ കുറച്ചും കൂടെ ഒരു കട്ടിയിൽ കേട്ടോ, ഒരു തിക്കായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് 15 മിനിറ്റ് അടച്ച് വെച്ചേക്കാം. ഇപ്പം നമ്മൾ 15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എണ്ണ ചൂടാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഏത് ഓയിലായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കുക. അതായത് ഇതേപോലെ കയ്യിലെടുത്ത് ഇങ്ങനെ ഇട്ട് ആ ഒരു രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഇതൊരു നമ്മൾ ഈ ഒരു ചെറിയ ഇതിലാക്കി ബോൾസിലാക്കി ഇടുന്നത് കൊണ്ട് നമുക്കൊരു 3 മിനിറ്റ് മതി കേട്ടോ കുക്കായി വരാൻ. നമ്മളിതിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഈ ഒരു പരുവത്തിൽ ഇടുവാണെങ്കിൽ കറക്റ്റ് ഒരു 3 മിനിറ്റ് മതി കേട്ടോ. നല്ല രീതിയിൽ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും, കാരണം നമ്മൾ ചെറിയ രീതിയിലല്ലേ ഇടുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത്, അതാണ് ഞാൻ പറഞ്ഞത് 3 മിനിറ്റ് മതി കേട്ടോ. ഇത് ഒന്ന് വറുത്ത് കിട്ടാൻ 3 മിനിറ്റ് മതി കണ്ടോ. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്ന കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്, 2 വശവും ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കണേ. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.